11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രേമകുമാരിക്ക് സ്വപ്ന സാക്ഷാത്കാരം. ആരാണ് ഈ പ്രേമകുമാരി? നിമിഷപ്രിയയുടെ അമ്മ. മകൾ നിമിഷപ്രിയയെ കാണാൻ യമൻ സർക്കാരിന്റെ അനുമതി ലഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സനയിലെ ജയിലിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 11 വർഷത്തിന് ശേഷമാണ് മകളെ അമ്മയ്ക്ക് കാണാനാവുന്നത്. യമൻ പോലെ ഒരു രാജ്യത്ത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയൊക്കെ എത്രത്തോളം പ്രായോഗികമാവുമെന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്കയുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ആശ്വാസകരമായ ഒരു വിടുതലിനുള്ള വഴിയൊരുങ്ങാൻ സാധ്യതയുണ്ടോ? മോദി, ഗുഡ് മോർണിംഗ്. 11 വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത് പ്രേമകുമാരിയെ സംബന്ധിച്ചിടത്തോളം. പ്രേമകുമാരിക്ക് മകളെ കാണാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. മകൾ അവിടെ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജയിലിലെത്താൻ, സനയിലെ ജയിലിലെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അവർ അവിടെ എത്തും. അതിനുശേഷം കാണും. 11 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടലും അതിനുള്ള പ്രയത്നവുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമുമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് അവർ സനയിലെ തലസ്ഥാനമായി യമന്റെ തലസ്ഥാനമായിട്ടുള്ള ഈഡനിലേക്ക് പോയത്. അവിടെ നിന്ന് ഏകദേശം ഒരു 12 മണിക്കൂർ യാത്രയുണ്ട് ബൈ റോഡ്. അങ്ങനെ സനയിലെത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാണും. ഇതിനുശേഷം ഇനി അവിടുത്തെ ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളുമായും ഒക്കെ ഡിസ്കഷൻ നടത്താം. കാരണം ഈ ബ്ലഡ് മണി സംബന്ധിച്ച ഒരു ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തുതീർപ്പിലെത്തി ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ മോചനത്തിന് വഴിയൊരുങ്ങും. പക്ഷേ ഇതൊക്കെ ഒരു വലിയ ഒരു പ്രോസസ്സാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ആദ്യ കടമ്പ എന്ന് തന്നെ ഇതിനെ പറയാം. എന്തായാലും അത്തരം ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടുംബവും ഒക്കെ ഈ ഒരു ശ്രമത്തിന് പിന്നിലായിരുന്നു. എന്തായാലും ഇന്ന് കാണാനുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയും അമ്മയും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചയുണ്ടാകും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളും നടക്കും. ആ ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടെ യമൻ കേന്ദ്രീകരിച്ച് പ്രധാനമായും നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ നയതന്ത്രമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ ഒരു വിദൂര സാധ്യത മാത്രമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. പക്ഷേ ആ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ യമൻ കേന്ദ്രീകരിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.